ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളോട് ഒരുമിച്ച് ഒരു എപ്പിസോഡുകളുമായി കടന്നു വരുവാൻ ദൈവം നൽകിയ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം ചൊല്ലുന്നു. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ദിവസങ്ങളിലൊക്കെ പല ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴൊക്കെ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് ഇടപെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ദൈവത്തിൻ്റെ ഡിസൈൻ എന്നുള്ളൊരു വാക്ക്. ദൈവത്തിൻ്റെ ഡിസൈൻ വാക്കു ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പിശാചിൻ്റെ ഡിസൈൻ എന്നും, ഈ രണ്ട് വാക്കുകൾ എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് എന്നെ തൊടുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിനകത്ത് പിശാച് ഒരു ഡിസൈൻ ചെയ്യാറുണ്ട്. എന്താ പിശാച് ഡിസൈൻ ചെയ്യുന്നത്? നീ രക്ഷപ്പെടാതിരിക്കാൻ ചില പിശാച് രോഗത്തിനകത്ത് പിശാച് ഡിസൈൻ ചെയ്യും. കാലങ്ങൾ ഇവൻ്റെ മുമ്പിലേക്ക് ഇവ വലിച്ചഴപ്പിക്കുക. നമുക്കറിയാം, ഈ ദേവാലയത്തിന്, സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ ഒരു മുടന്തനായ ഒരു മനുഷ്യനെ ഉണ്ട്. ആ മനുഷ്യൻ ഏകദേശം 40 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനെ പിശാച് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. രോഗത്തിനകത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അവനിനി എഴുന്നേക്കരുത്, അവൻ്റെ ഭാവി ഉണ്ടാകരുത്, അവനൊരു വളർച്ച ഉണ്ടാകരുത്, അവൻ ജയിക്കരുത്, അവൻ കുതിച്ചെഴുന്നേക്കരുത്. ഇങ്ങനൊരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. എന്നാൽ ആ ഡിസൈനിനെ ദൈവം പൊളിച്ചെഴുതാൻ തീരുമാനിച്ചു. എന്താ ദൈവം പൊളിക്കാൻ തീരുമാനിച്ചത്? പത്രോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകത്തെ പകർന്നിട്ട് പത്രോസ് ആ സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ പടിവാതിക്കലേക്ക് ചെല്ലുമ്പോൾ അവനെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്: വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറയുകയും അവൻ്റെ നരിയാണികൾ ഉറച്ചു. അവൻ ആത്മാവിൽ കുതിച്ച് ചാടി എഴുന്നേറ്റു. നോക്കുകയും 40 വയസ്സോളം ഒരുവൻ്റെ ജീവിതത്തിനകത്ത് പിശാച് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. എന്താ? അവൻ ഒരുവൻ്റെ ഭാവിക്കരുത്. ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ ചില തലമുറകളെ പെട്ടെന്ന് ആത്മനിയോഗം പോലെ ഞാൻ കാണുന്നു. എന്താ പറയുന്നത്? പലരുടെ ജീവിതത്തിനകത്ത് നാളുകളായി വഴികളിലേക്ക് കയറാതെ, ഉയർച്ചയിലേക്ക് കയറാതെ, ബന്ധത്തിനകത്തേക്ക് കയറാതെ ഡിസൈൻ ചെയ്ത് പിശാച് പലരും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പലരെയും ജീവിതം അടച്ചു വെച്ചിരിക്കുക. പല സാഹചര്യങ്ങൾ കൊണ്ട് പലതും എന്താ പറയുക, മൂടി വെച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. റൈറ്റ് ടൈമിനകത്തേക്ക് ഭാവി തുറക്കാതെ, റൈറ്റ് ടൈമിനകത്തേക്ക് കയറിപ്പോകാൻ പറ്റാതെ പിശാച് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. നിന്റെ വീട്ടിനകത്ത് പിശാച് എവിടെയാ ഡിസൈൻ ചെയ്തത്? പിശാച് എവിടെയാ? ആരുടെ ഭാവിയാ ഡിസൈൻ ചെയ്തത്? ആരുടെ യൗവനമാ ഡിസൈൻ ചെയ്തത്? ആരുടെ ആരോഗ്യമാ ഡിസൈൻ ചെയ്തത്? പിശാച് ഡിസൈൻ ചെയ്തതിനെ മുഴുവനും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നിന്റെ നന്മയ്ക്കകത്താണോ പിശാച് ഡിസൈൻ ചെയ്തത്? നിന്റെ ശുശ്രൂഷയ്ക്കെതിരെയാണോ പിശാച് ഡിസൈൻ ചെയ്തത്? ഏതൊക്കെയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അത് നീങ്ങണം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന ഒറ്റ വാക്ക് പറയും. പിശാചിൻ്റെ ഡിസൈൻ അവിടെ അവസാനിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ഡിസൈൻ ആരംഭിക്കപ്പെട്ടു. അവൻ്റെ നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ വന്നു. അവൻ്റെ നഷ്ടപ്പെട്ട യൗവനം തിരികെ വന്നു. അവന് നഷ്ടപ്പെട്ടു പോയ എവിടേക്കോ അവൻ സ്വപ്നം കണ്ടത് അവൻ്റെ ജീവിതത്തിനകത്തേക്ക് തിരിച്ചു കയറി വന്നു. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, മടുത്തെന്ന് പറയാനുള്ളതല്ല, ദൈവത്തിൻ്റെ ഡിസൈൻ നിന്നിൽ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയട്ടെ, പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഗ്ലോറി ടു ഗാഡ്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മേൽ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുതൽ തന്നെ ഭയങ്കരമായൊരു ചലനം കർത്താവ് ചെയ്തു തരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഫേവർ നിങ്ങളുടെ ഈ വിഷയങ്ങളിനകത്തേക്ക് കർത്താവ് ചെയ്തു തരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയട്ടെ. കർത്താവെ, ഞാൻ ഈ കുടുംബങ്ങളെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു, ഈ വ്യക്തികളെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. പിശാച് നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ മേഖല മുഴുവനും ഞാൻ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഡിസൈനിനകത്തേക്ക് സഞ്ചരിക്കാൻ ഈ കുടുംബത്തെ ദൈവം ചലിപ്പിക്കട്ടെ. തലമുറകളെ, വ്യക്തികളെ, ജോലി മേഖലകളിൽ, ശുശ്രൂഷ തലത്തിൽ ദൈവം ചെയ്യാൻ യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു.
നിന്റെ കോൺട്രാക്റ്റുമായിട്ടുള്ള മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് നടക്കാൻ പോവുകയാണ്. എന്തോ അങ്ങനെ ഒരു വാക്ക് പറയാൻ ദൈവാത്മാവ് നിയോഗം തരുന്നു. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഐ ബ്ലെസ് ചെയ്യുന്നു ഇൻ ജീസസ് നെയിം, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.